ഒരു ചെറിയ കവിതയുണ്ട്, ഒറ്റവരി കവിതയുണ്ട്. പൂവിനറിയില്ല വേരെറിഞ്ഞ കയ്പുകൾ. എന്താണ് കവിത? പൂവിനറിയില്ല വേരെറിഞ്ഞ കയ്പുകൾ. നമ്മളൊരു വൃക്ഷത്തെ നോക്കുമ്പം നമ്മൾ എന്താ കാണുന്നത്? വൃക്ഷത്തിൻ്റെ പൂക്കളെയും മനോഹരമായ ഇലകളെയുമാണ്. അപ്പം ഈ വൃക്ഷം എങ്ങനെ ഉണ്ടായി, ഈ പൂക്കൾ എങ്ങനെ ഉണ്ടായി, ഈ ഇലകൾ എങ്ങനെ ഉണ്ടായി എന്ന് ഈ നോക്കുന്നവർ ഒരിക്കലും ചിന്തിക്കാറില്ല. എങ്ങനെ ഉണ്ടായി? ഒരു കൊച്ചു ചെടിയായിരുന്നു, അതിന് എന്തുണ്ടായിരുന്ന? അതിന് കുറേ വേരുകളുണ്ടായിരുന്നു അല്ലേ? ആ വേരുകൾ ഇങ്ങനെ മണ്ണിൻ്റെ ആഴത്തിലേക്ക് പോയപ്പം അതിന് പലപ്പോഴും കോൺക്രീറ്റ് പാളികളുണ്ടായിരിക്കാം, പ്രതിബന്ധങ്ങളുണ്ടായിരിക്കാം, അതിനെയൊക്കെ തകർത്തു. കാറ്റ് വീശിയിരിക്കാം, ആ മരം വീഴാതെ പിടിച്ചിരുന്നു. എന്നിട്ടെന്താ? മഴ പെയ്തിരിക്കാം. അപ്പോൾ എന്താണ്? മഴയിൽ നിന്ന് ഒലിച്ചു പോകാതെ പിടിച്ചു നിർത്തി. എന്നിട്ടെന്താണ്? ആ മരത്തിനാവശ്യമായ വെള്ളവും വളവുമെല്ലാം വലിച്ചു കൊടുത്തു. അങ്ങനെ അതിനെ വളർത്തി വളർത്തി വലിയ ചെടിയാക്കി അതിനെ പൂക്കളായിട്ട് ഇരിക്കുകയാണ്. നിങ്ങളിങ്ങനെ ഇരിക്കുമ്പം, ഇത്ര മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഇരിക്കുമ്പം, നിങ്ങളിങ്ങനെ അണിയിച്ചൊരുക്കിയ കുറച്ച് മനുഷ്യർ നിങ്ങളുടെ വീടുകളിലുണ്ട്. ആരാണ്? അച്ഛനും അമ്മയും അല്ലേ? ഒരിക്കലും അവരെ സമൂഹം കാണുന്നില്ല, മറിച്ച് ഇത്രയും ഭംഗിയോടെ പോകുന്ന നിങ്ങളെയാണ് കാണുന്നത്. ആ അഴുക്കുപുരണ്ട വേരുകളെ ഒരിക്കലും നാം കാണുന്നില്ല, മാതാപിതാക്കളെ ആരും കാണുന്നില്ല, മറിച്ച് സമൂഹത്തിൽ കാണുന്നത് നിങ്ങളെയാണ്. ആരെയാണ്? നിങ്ങളെയാണ് സമൂഹം കാണുന്നത്. തമിഴ് സാഹിത്യം എഴുതിയ, തിരുക്കുറൾ എഴുതിയ തിരുവള്ളൂരിൽ ഒരിക്കൽ ആ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഏറ്റവും കൂടുതൽ ലോകത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ്? ഇപ്പം നിങ്ങൾ നേരത്തെ ഒരു കാര്യം ചെയ്തു, ആരാണ്? തുടക്കം ഈ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ ഒരു കാര്യം ചോദിച്ചു അല്ലേ? എന്താ ചോദിച്ചേ? എന്തായിരുന്നു ആദ്യം ചോദിച്ചേ? പറ. ആകാരം, അതാണോ? വാക്കുകൾ ചോദിച്ചില്ലേ? അപ്പം എന്താണ് നിങ്ങൾ കുറേ പറഞ്ഞത്? അംഗീകാരം പറഞ്ഞു, പിന്നെന്ത് പറഞ്ഞു? പ്രതികാരം പറഞ്ഞു അല്ലേ? അപ്പം ഈ ഗുരുവിനോട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു അമ്മ തൻ്റെ മകനെയോ മകളെയോ ശരീരത്തിൽ ഉൾക്കൊണ്ട് വേദനകൾ അനുഭവിച്ച് രാത്രിയിൽ ഉറങ്ങാതെ നോക്കിയിരുന്ന് അവനെ പ്രസവിച്ച് വീണ്ടും അവന് വേണ്ടി രാത്രികൾ പകലാക്കി ലോകം ഉറങ്ങുമ്പോൾ മതിലോട് ചാരിയിരുന്ന് തൻ്റെ മകനെ മകളെ മാറോട് ചേർത്ത് പിടിച്ച് ഉറങ്ങി അവൻ വളർന്ന് വലുതായി പഠിച്ച് വലിയ ഉന്നത സമ്പന്നനായി ഇങ്ങനെ ഗ്രാമത്തിലെ പട്ടണത്തിലൂടെയൊക്കെ ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പം ആൾക്കാർ ചോദിക്കും, ഇതാരുടെ മകനാണ്, ഇതാരുടെ മകളാണ് എന്ന് ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പം അവർ പറയുകയാണ്, ഇന്ന ആളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണെന്ന് പറയും. അങ്ങനെ കേൾക്കാൻ ഇടവരുന്ന അമ്മയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. ആ അംഗീകാരം കിട്ടുന്നത് അമ്മയ്ക്കാണ്. അമ്മയാണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. 10-12 വയസ്സൊക്കെ ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞാൽ എല്ലാം അനുസരിക്കും അല്ലേ? യെസ്, അനുസരിക്കും. ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പിന്നെ നിങ്ങൾ അച്ഛനും അമ്മയും പറഞ്ഞതെല്ലാം അനുസരിക്കുമോ? നിങ്ങൾ എത്ര വയസ്സായി? ഇപ്പം എത്ര വയസ്സായി? 17 ആയി. ഇപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോളട്ടെ, നിങ്ങളെ നയിക്കുന്നത് ആരാണ്? മോളെ നിങ്ങളെ നയിക്കുന്നത്? മോളെ നയിക്കുന്നത് ആരാണ്? ഞാൻ തന്നെ. മോളെ നയിക്കുന്നത് ആരാണ്? ഞാൻ തന്നെ. മോളെ നയിക്കുന്നത് ആരാണ്? പേരൻസ് പറയുന്നതെല്ലാം കേൾക്കാറുണ്ടോ? പേരൻസ് മോളെ നയിക്കുന്ന ആരാണ്? ഞാനും എൻ്റെ പേരൻസ്. രണ്ടുപേരും ചേർന്നാണോ നയിക്കുന്നത്? ആണോ? മോനെ നയിക്കുന്ന ആരാണ്? ഞാൻ തന്നെ. മോനെ നയിക്കുന്നത് ആരാ? മോനെ നയിക്കുന്നത് ആരാണ്? അമ്മ. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. എന്താണ്? നിങ്ങളെ നയിക്കുന്നത് നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങളെ നയിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആയതുകൊണ്ടാണ്, ഈ സ്കൂളിൽ ഈ ചിട്ടവട്ടത്ത് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കേണ്ടിരുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദർഭങ്ങളായിരുന്നെങ്കിൽ, വീട്ടിലായിരുന്നെങ്കിൽ, ഒരു പ്രോഗ്രാമിന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്താണ് അത് എങ്ങനെ മുടക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്.
എങ്ങനെ മുടക്കാമെന്ന് ആണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകുന്നത്? മോനെ, എങ്ങനെയാണ് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകുന്നത്? മനസ്സിൽ നിന്നുണ്ടാവാം. മനസ്സെവിടാ? എൻ്റെ ദേഹത്ത് തന്നെ. ദേഹത്ത് എവിടാ മനസ്സുള്ളത്? ബ്രെയിനിലാണ് മനസ്സിരിക്കുന്നത്. മനസ്സുണ്ടോ? ചിന്തകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? Sorry? ചിന്തകൾ എവിടുന്നാണ് ഉണ്ടാകുന്നത്? From our mind, from what we see, from what we do, from what we experience. യെസ്, ചിന്തകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾ എന്തെങ്കിലും കുറിച്ച് ഓർക്കുമ്പോഴാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പം ചോദിക്കും, ഈ ഓർമ്മകൾ എവിടുന്നാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ എന്തിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഓർമ്മകൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നാണ്. എവിടുന്നാണ്? അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പം ചോദിക്കും, ഈ അനുഭവങ്ങൾ, ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനുഭവങ്ങൾ എപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യും? എപ്പം മുതൽ അനുഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യും? നിങ്ങളിങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട കേട്ടോ, അറ്റൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് വേണ്ട കേട്ടോ. കാര്യം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ പോകും കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കും, ഫ്രീ കേട്ടോ, ഫ്രീ ആയിട്ട് ചാരി ഫ്രീ ആയിട്ടിരിക്കും. നിങ്ങൾ അറ്റൻഷനൊക്കെ ചാരിയിരിക്കും പ്ലീസ്, ഫ്രീ ആയിട്ട് റിലാക്സ്. അപ്പം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എപ്പം മുതലാണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എപ്പം മുതലാണ്? ഏത് പ്രായത്തിൽ മുതലാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഓക്കെ, ഏത് പ്രായം മുതൽ മോനെ അനുഭവങ്ങൾ ഉണ്ടാകും? 6 വയസ്സ്. 6 വയസ്സിന് മുമ്പ് അനുഭവങ്ങളില്ല, ഓർക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അനുഭവങ്ങൾ ഉണ്ടാവോ? ഉണ്ടാവും. എപ്പം മുതൽ മോളെ അനുഭവങ്ങൾ ഉണ്ടാവും? മെച്യൂരിറ്റി എപ്പോഴാണ് മെച്യൂരിറ്റി ഉണ്ടാവുന്നത്? 10 or 12 years. എത്ര? 12 ഇയേഴ്സാ? ശാസ്ത്രം പറയുന്നു, ഒരു കുട്ടി അമ്മയുടെ വയറ്റിലായി 3 മാസമാകുമ്പം കാത് തുറക്കുമെന്ന്. അല്ലേ? ഒരു കഥ തന്നെ ഉണ്ടല്ലേ, പുരാണത്തിലൊരു കഥയുണ്ടല്ലേ. എന്തുവാ? വയറ്റിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ പഠിക്കുന്നു. എന്ത് പഠിക്കുന്നു? യുദ്ധം പഠിക്കുന്നു. ഏത് കഥയാ? ഞാൻ കഥയൊന്നും പറയുന്നില്ല. അതായത് ശാസ്ത്രം പറയുകയാണ്, 3 മാസമാകുമ്പം അവന്റെ കാത് തുറക്കുന്നു. ഒരു കുട്ടി എപ്പോഴാണ് ആഹാരം കഴിച്ചു തുടങ്ങുന്നത്? അമ്മയുടെ പ്ലാസറ്റയിലൂടെ അവൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ നിമിഷം മുതൽ ആ അമ്മയുടെ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളൊക്കെ ആ കുട്ടിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു കുട്ടി ഒരു അമ്മയുടെ വയറ്റിലായ അന്നേരം മുതൽ ആ കുട്ടിക്ക് അനുഭവങ്ങളാണ്. നമുക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് അനുഭവങ്ങൾ ഇല്ലാതെ ഒന്നുമില്ല. ഓർമ്മയില്ല എന്ന് വെച്ചിട്ട് അനുഭവങ്ങൾ ഇല്ലാതാകുന്നില്ല. 3 തരത്തിലുള്ള ചിന്തകളാണ്, 3 തരത്തിലുള്ള അനുഭവങ്ങളാണ്, 3 തരത്തിലുള്ള ഓർമ്മകളാണ് നമുക്കുള്ളത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ? എന്താണ് ഇതുള്ളത്? നമുക്ക് ഇപ്പം നിങ്ങൾ എന്നെ ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ ശേഷം പുറത്ത് വെച്ച് നിങ്ങൾ വഴിയൊക്കെ വെച്ച് കണ്ടാൽ നിങ്ങൾ എന്നെ തിരിച്ചറിയുമോ? അറിയുമോ? യെസ്, അറിയുമല്ലേ? അതായത് നിങ്ങൾ ആരാണ് എന്നറിയാം. ഞാൻ ആരുടെ മോളാണ്, എനിക്ക് വീട്ടിൽ ഇന്നതൊക്കെ ഉണ്ട്, വണ്ടിയുണ്ട്, കാറുണ്ട്, ബസ്സുണ്ട്, ഉണ്ടെങ്കിൽ എന്താണ്, വീട് നല്ല വീടാണ് ഒക്കെ അറിയാമല്ലേ? ഇത് നിങ്ങളുടെ ചിന്തകളുടെ, ഓർമ്മയുടെ, അനുഭവത്തിൻ്റെ 10% മാത്രമേ ഉള്ളൂ. എന്നെ ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ യൂണിഫോം അല്ലാതെ മഫ്റ്റിയിൽ കാണിയ അല്ലേ? അപ്പം നിങ്ങൾ എന്താണ്, ഇയാളെ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഓർക്കൂ ഇല്ലേ? കുറേ നേരം നിങ്ങൾ ഓർക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ അല്ലേ? അപ്പോഴെന്താണ്, നിങ്ങൾ കുറച്ചു നേരം ഓർത്താൽ അങ്ങനെയുള്ള ഓർമ്മകൾ, ചിന്തകൾ, അനുഭവങ്ങളൊക്കെ 30%. 30%. ഇപ്പം എത്ര ശതമാനമായി? 40%. ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് എതിരെ വരുന്ന ഒരു സ്ത്രീയോ ഒരു അച്ഛനെയോ ഒക്കെ കണ്ടിട്ട് പറയാണ്, മോളെ വന്ന് കാല് വന്നിക്ക്, നിന്നെ ഒന്നാമത്തെ വയസ്സ് മുതൽ 2ാമത്തെ വയസ്സ് വരെ 1 വർഷക്കാലം തുടർച്ചയായിട്ട് എടുത്തോണ്ട് വളർത്തിയതാണ്, നിനക്ക് വേണ്ടതെല്ലാം, നീ ചോദിക്കുന്നതെല്ലാം മേടിച്ച് തന്ന ആളാണ് അല്ലെങ്കിൽ അമ്മയാണ്, ചെന്ന് കാല് വന്നിക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ ഓർക്കുവോ? ഇല്ല. പക്ഷേ അത്തരത്തിലുള്ള ഓർമ്മകൾ, അനുഭവങ്ങൾ, ചിന്തകൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പോൾ അത് 60%. അപ്പോൾ ഏതാ കൂടുതൽ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത ചിന്ത. അതായത് ഒരു വ്യക്തി നന്നാകണം എന്നുണ്ട് എങ്കിൽ
ഈ 100% അനുഭവങ്ങളും നന്നാകണം. ഒരു കുട്ടി വയറ്റിലാകുന്ന അതേ നിമിഷം മുതൽ അവരുടെ മാതാപിതാക്കൾ തൊട്ട് പിന്നീട് വരുന്ന സമൂഹം തൊട്ട് ഗുരുനാഥന്മാരും അതുവരെ നമുക്കെന്താണ്? ദൈവങ്ങളായിരിക്കണം. അതാണ് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. ഇതിൽ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കമ്പ്യൂട്ടറിന്റെ തൊടുന്ന വശങ്ങളെയൊക്കെ നമ്മൾ ഹാർഡ്വെയർ എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഹാർഡ്വെയർ എന്ന് പറയുന്ന സാധനത്തിൽ നമുക്കൊന്ന് പടം വരയ്ക്കണമെങ്കിൽ അതിൻ്റെ എന്താണ്? പെയിന്റ് ബ്രഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വേണം. ഇനി അതിന് നമ്മൾ എന്തെങ്കിലും എഴുതണമെങ്കിൽ വേർഡ് വേണം, അല്ലെങ്കിൽ MS വേർഡ് വേണം. ഒരു ചിത്രം കാണണമെങ്കിൽ വീഡിയോ പ്ലെയർ വേണം, അല്ലേ? സോഫ്റ്റ്വെയർ വേണം, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ വേണം. അപ്പം നിങ്ങൾക്ക് റോക്കറ്റ് വിടണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ വേണം. അതായത് മനോഹരമായ ഹാർഡ്വെയറുമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും നന്നാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നല്ല സോഫ്റ്റ്വെയറുകൾ നമ്മൾക്ക് ഉണ്ടാകണം. നമ്മളെ പിടിച്ച് ജനിക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയിലോ ലണ്ടനിലോ അല്ലെങ്കിൽ ചൈനയിലോ ഒക്കെ കൊണ്ടിട്ടാൽ അവിടുത്തെ ഭാഷയും സംസ്കാരങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കും. അപ്പോൾ എന്താണ്? നമുക്ക് നന്നാകണമെങ്കിൽ എവിടെ തൊട്ട് തുടങ്ങണം? ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. മറിച്ച് ഇപ്പം മുതൽ നമ്മൾ നന്നാകണം. ഇനി ബാക്കിലോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മുതൽ നമ്മൾ നന്നാക്കണം. പലപ്പോഴും കൊച്ചുകുട്ടികളായ സമയത്ത് അനുസരണയൊക്കെ ഉണ്ടല്ലേ? പക്ഷെ കുറച്ച് കാര്യം കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് മാറി പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് പലപ്പോഴും ഇത്ര വലിയ വലിയ പ്രശ്നങ്ങൾ ചെന്ന് വിടുന്നത്, വലിയ വലിയ കേസുകൾ ചെന്ന് വിടുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് 2 സൈക്കോളജിക്കൽ പില്ലറുണ്ട്. 2 പില്ലേഴ്സ് നിങ്ങളത് ഓർത്തിരിക്കണം. 2 പില്ലേഴ്സ്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഇതിൽ വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പത്രവാർത്ത കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായി. അത് വാർത്ത വേറൊന്നുമല്ല, ഓണത്തിൻ്റെ, ഇപ്പോൾ അടുത്ത മാസം ഓണമാണല്ലോ, ഓണം വരുന്ന സമയത്ത് 2% DA പ്ലസ് ചെയ്ത് കിട്ടും. ശമ്പളത്തിനോടൊപ്പം പ്ലസ് ചെയ്ത് കിട്ടും. എന്താണ്? 2% തരാനുള്ള ശമ്പളത്തിൽ നിന്ന് DAയിൽ നിന്ന് 2% സർക്കാർ തരികയാണ്. ആ ന്യൂസ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമായി. ഭയങ്കര 2% കഴിയുമ്പോഴത്തേക്ക് നോക്കി, 1% 2500 രൂപ, 2% 5000 രൂപ എനിക്ക് പ്ലസ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്താണ്? എൻ്റെ തലച്ചോറിൽ സബ്സ്റ്റാൻഷ്യൽ നിക്കറിയിൽ നിന്ന് ഡോപ്പമിൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു. പെട്ടെന്ന് എൻ്റെ സന്തോഷം ഇങ്ങനെ മോളിൽ കയറി വന്നു. പക്ഷെ ഇപ്പം എനിക്ക് ആ സന്തോഷമില്ല. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അറിയുക, അതെനിക്ക് തരേണ്ട സാധനം തന്നെ അല്ലേ? സർക്കാർ ഇച്ചിരി ലേറ്റായി, ഇപ്പം തരുന്നു, അതിനെന്താ? അപ്പം എനിക്ക് ചോദിക്കുന്നത്, ബാക്കി 15% എപ്പം തരും? എൻ്റെ ചിന്ത എപ്പോഴും എന്താണ്? ബാക്കി 15% എപ്പം തരും? 2% ഒന്നുള്ളൂ, ബാക്കി എവിടെ? ഇപ്പം എന്താണ് എൻ്റെ സന്തോഷം? അതിന് വേണ്ടിയാണ്. അതായത് ഇപ്പോൾ ഇത് ന്യൂ നോർമലായി. എന്താണ്? ഞാൻ സന്തോഷിച്ചു, ഇച്ചിരി നേരം സന്തോഷിച്ചുള്ളൂ. സന്തോഷങ്ങളെല്ലാം വളരെ ഷോർട്ടാണ്, ചെറിയ പീരീഡ് മാത്രമേ സന്തോഷങ്ങൾ കാണുള്ളൂ. അതായത് നമുക്ക് എത്ര കിട്ടിയാലും മതിയാകില്ല. അപ്പം ചോദിക്കും, ഇതിനങ്ങ് മതി എന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ പോരെ? ഇപ്പം നമ്മളിവിടെ എന്താ പറയുന്നത്? സേ നോ ടു ഡ്രഗ്സ്, നോ പറഞ്ഞ് പോരെ എന്ന്. പക്ഷെ മനുഷ്യനൊരിക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നോ പറയാൻ പറ്റില്ല. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട്, ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോ പറയണം. പക്ഷേ ചില കാര്യങ്ങൾക്ക് നോ പറയാനായിട്ട് കഴിയില്ല. 2ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരുപാട് മനുഷ്യർ പലതരത്തിൽ പരിക്കേറ്റ് കിടക്കുകയാണ്. അന്നേരം മനുഷ്യൻ ചിന്തിച്ചു, ഈ മനുഷ്യനെ എങ്ങനെ വേദനയില്ലാത്ത മനുഷ്യന്മാരാക്കി മാറ്റാമെന്ന് പറയും. അപ്പം അന്നേരം എന്താണ്? അവർ ഒരു സാധനത്തിൽ നിന്ന്, ആ സാധനത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, സാധനത്തിൽ നിന്നും ഒരു സാധനം, മോർഫിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കിയെടുക്കുക. അത് വേദന സംഹാരിയായിട്ട് ഈ പരിക്കേറ്റ് കിടക്കുന്ന സോൾജേഴ്സിൽ കുത്തിവെച്ചു. പിന്നെ ആ മരുന്നുകൾ ഇപ്പം നമ്മളെന്താ ക്യാൻസർ പേഷ്യൻസ് കൊടുക്കും. പക്ഷേ മനുഷ്യൻ്റെ ആ അന്വേഷണമുണ്ടല്ലോ, ഇനി അടുത്ത എന്ത്, ഇതിൽ നിന്ന് എന്തുണ്ടാക്കാം? അത് അവൻ കുറേ സയൻറ്റിഫിക് ഒരു സിന്തറ്റിക് സാധനങ്ങളോട് ചേർത്തിട്ട് ഭയങ്കര മനുഷ്യനെ മുഴുവനും കൊല്ലുന്ന മാരകമായ സാധനങ്ങളാക്കി മാറ്റി. അതായത് ഒരു ഗവേഷണങ്ങളും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഗവേഷണങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവമുണ്ടല്ലോ, അടുത്തത് നെക്സ്റ്റ് അടുത്തത് എന്നുള്ള ഇത് ഉള്ളത് കൊണ്ട് എന്താണ്? ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യനെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയാണ്
ഉണ്ടാകും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പ്ലെയിനുകൾ എന്തിനാണ് ഉണ്ടാക്കിയത്? സഞ്ചരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത് അല്ലേ? ഇന്നിപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? ഇന്ന് ഡ്രോണുകൾ പോവുകയാണ്, പറന്നു പോവുകയാണ് അല്ലേ? ബോംബും കൊണ്ട് ഡ്രോണുകൾ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. അതായത് മനുഷ്യന് വേണ്ടിയാണ് എല്ലാം നിർമ്മിക്കുന്നത്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഗവേഷണങ്ങളെല്ലാം നടക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്കാണ്. പക്ഷേ എന്താണ്, ഈ സാധനം മനുഷ്യനെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് ലാസ്റ്റ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയണം, മതി എന്ന് നമ്മൾ പറയണം. രണ്ടാമത്, സംസ്കൃതത്തിലൊരു വാക്കുണ്ട്, നിങ്ങൾ സംസ്കൃതം പഠിക്കുന്നവരാണെന്ന് പറഞ്ഞു. ധർമ്മ എന്നാണ് ആ സംസ്കൃതത്തിൻ്റെ വാക്ക്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ മോളെ? ധർമ്മമല്ല, ധർമ്മ. അറിയില്ല. സംസ്കൃതം പഠിക്കുന്ന ആരുണ്ട്? സംസ്കൃതം പഠിക്കുന്ന ആരെങ്കിലും സംസ്കൃതം പഠിക്കുന്നില്ല? അപ്പം ഞാൻ തന്നെ പറയാം. സംസ്കൃതത്തിൽ ആ ധർമ്മ എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്താണെന്ന്. ഒരു പദാർത്ഥത്തിൻ്റെ സ്വഭാവം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കും ഓരോരോ സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾ പുളി എടുത്താൽ പുള്ളിക്കെന്താ ഒരു സ്വഭാവം? പുള്ളിയാണ്. പഞ്ചസാര ആണെങ്കിൽ മധുരമാണ്, മുളക് പൊടിയാണെങ്കിൽ എരിവാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ തനത് സ്വഭാവം എന്താണ്? നിങ്ങൾ എന്തിനാണ് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങളുടെ തനത് സ്വഭാവം? അറിയില്ല. നമ്മൾ സന്തോഷം, സുഖം, അതാണ് നമ്മൾ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം. ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? ആർ യു ഹാപ്പി? 100% happy? No. 90%? 80%? 70%? 60? 50? ഞാൻ ചോദിക്കുന്നില്ല. എന്താണ് നിങ്ങളുടെ സന്തോഷമില്ലായ്മയുടെ കാരണം? എന്താണ് നിങ്ങളുടെ സന്തോഷമില്ലായ്മയുടെ കാരണം? എന്തായിരിക്കും? ഞാൻ അപ്പോൾ ഈ സബ്ജക്റ്റ് വരാം, അവിടെ വരാം, എന്നിട്ട് ഇരിക്കാം. രണ്ടാമത്തെ മനുഷ്യന്റെ സൈക്കോളജിക്കൽ പില്ലർ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു മനുഷ്യന് എപ്പം മുതൽ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യും? അവൾ എപ്പോഴും കേൾക്കുന്ന ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അഡിക്ഷനാണ്, അവൻ അഡിക്ഷനാണ്, മൊബൈൽ അഡിക്ഷനാണ്. എന്താണ്? മൊബൈൽ അഡിക്ഷനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മൊബൈൽ അഡിക്ഷനാണ്. അവനെ കൊണ്ട് തോറ്റു ഇല്ലേ? നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന എപ്പം മുതൽ നിങ്ങളുടെ അഡിക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും? എപ്പം തൊട്ട് അഡിക്ഷൻസ് നമ്മൾ എപ്പം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? അഡിക്ഷൻസ് ഇപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യും? യൂത്ത് ആവുമ്പോൾ. അതിനുമ്പ് അഡിക്ഷൻ ഇല്ല. ഒരമ്മ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചിട്ടിങ്ങനെ ലാളിക്കുമല്ലോ. അപ്പോൾ അവൻ്റെ ആ കുട്ടിയുടെ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അമ്മയുടെ സ്നേഹം, ആ അമ്മയെ നൽകുന്ന മുലപ്പാല്, അവൻ്റെ ആഹാരമൊക്കെയാണ്. കുട്ടി വളരുമ്പം അവൻ്റെ അഡിക്ഷൻ എന്തിലോട്ട് പോകും? അവൻ്റെ കളിപ്പാട്ടങ്ങളിലേക്ക് പോകും. കളിപ്പാട്ടങ്ങളിലേക്കാണ് അഡിക്ഷൻസ് അവൻ പോകുന്നത്. വീണ്ടും കുറച്ചുകൂടി പോകുമ്പം അവൻ്റെ അഡിക്ഷൻസ് അവൻ്റെ നല്ല നല്ല സൗഹൃദങ്ങളിലേക്ക് പോകും. അതായത് ഒരു കൊച്ചു കുഞ്ഞിനും 80 വയസ്സുള്ള മനുഷ്യനും അഡിക്ഷൻസ് ഉണ്ട്. അഡിക്ഷൻസിനെ മാറ്റാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ അഡിക്ഷൻസുകൾ നല്ലതിലേക്ക് മാറ്റുക, നല്ലതായിട്ട് ചിന്തിക്കുക, നല്ലതായിട്ട് വായിക്കുക, നല്ല ഗെയിമുകളിൽ, നല്ല സ്പോർട്സുകളിൽ, അങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് പോവുക. എന്താണ് മനുഷ്യൻ്റെ 2 സൈക്കോളജിക്കൽ പില്ലർ? എന്താണ്? ഒന്ന്, പലപ്പോഴും നമുക്ക് മതി എന്ന് പറയാനായിട്ട് പറ്റുന്നില്ല. മറിച്ച് 2, നമ്മുടെ മനുഷ്യനിൽ നിന്നും അഡിക്ഷൻസ് ഫുള്ളായിട്ട് എടുത്തു കളയാനായിട്ട് കഴിയുന്നില്ല. മറിച്ച് നമ്മുടെ അഡിക്ഷനെ നല്ലതിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇത് 2 മനുഷ്യൻ്റെ സൈക്കോളജിക്കൽ പില്ലേഴ്സാണ്. അപ്പം നമുക്ക് ഈ സന്തോഷമുണ്ടാകാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം കിട്ടുന്നില്ല. ഈസ് ഇറ്റ് കറക്റ്റ്? കമ്പയറിങ് ചെയ്യാണ്. നമ്മളെന്താണ്? അവനതുണ്ട്, അവർക്കതുണ്ട്, നല്ല അപ്പനും അമ്മയുണ്ട്, അച്ഛനും ഉണ്ട്, ഇപ്പം എനിക്ക് അത്രയൊന്നുമില്ല, എനിക്ക് വീട്ടിൽ കാറില്ല, ബൈക്കില്ല. ഇറ്റ്സ് കമ്പയറിങ്. നിങ്ങൾ നോക്കൂ, ഈ കൈയൊന്ന് ഉയർത്തി നോക്കൂ. എൻ്റെ കൈവിരലുകളിലെ ഈ വരകൾ പോലെയാണോ നിങ്ങളുടെ കൈവിരലുകളുടെ വരകൾ? ആണോ? അല്ല. ലോകത്ത് 450 കോടി മനുഷ്യരുണ്ടെന്നാണ് പറഞ്ഞത്. ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ബുദ്ധിയുള്ള മനുഷ്യൻ എന്നാണ്.
ഇപ്പം ഈ സാപ്പിയൻസിന്റെ കൈ ഒന്ന് ഉയർത്തിയാൽ ഇതുപോലുള്ളൊരു കൈ ലോകത്തിലോ ഒരു മനുഷ്യർക്കുമില്ല. ഇതുപോലുള്ള മനുഷ്യർ ഒരുപാട് മരിച്ചു പോയിട്ടുണ്ട്. അവർക്കാർക്കും ഇതുപോലുള്ള വരകളില്ല. ഇനി വരാൻ പോകുന്ന ആർക്കും ഈ വരകളില്ല, ഈ ഇതുപോലുള്ള വരകളില്ല. അതായത് യു ആർ എ യുണീക്ക്. അപ്പം ചോദിക്കും കയ്യിൽ മാത്രമേ വരവുള്ളൂ. അല്ല, ഈ കള്ളന്മാരൊക്കെ വീട്ടിൽ കക്കാൻ പോകുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്നത് അറിയാവോ? കാലിലും കൂടി സോക്സ് ഇടും. കാലിലും നമ്മൾ പ്രിന്റ് അടിച്ചാ വന്നേക്കും. നമ്മൾ കയ്യിലും കാലിലും പ്രിന്റ് അടിച്ച് വന്ന ഒരു ആളാണ് മനുഷ്യർ. ഹോമോസാപ്പിൻ ആണ് നമ്മൾ. അതായത് യു ആർ എ യുണീക്ക്, യു ആർ എ സ്പെഷ്യൽ. നിങ്ങളെ പോലെ ഈ ലോകത്ത് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഈ വിദ്യാലയങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ, എന്തിനാണ് നിങ്ങൾ വിദ്യാലയത്തിൽ വരുന്നത് ചോദിച്ചാൽ, നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഈ വിദ്യാലയമാണ് അതിനുള്ള സഹായം ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ എല്ലാവരെയും പോലെ പഠിച്ച് കുറച്ച് മാർക്ക് മേടിച്ച് പോയി ഡോക്ടറോ എഞ്ചിനീയറോ ആകിയല്ല. നിങ്ങൾ നോക്കണം, ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത്. ആ കഴിവുകൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരിടമാണ് ഈ വിദ്യാലയം. ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചല്ല നിങ്ങളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ കുറേ കാശൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം, അതാ ഡോപ്പമിൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് സന്തോഷം ഉണ്ടാവും. ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഡൗൺ ആകും. അപ്പോൾ എന്താണ്? നിങ്ങൾ വീണ്ടും അസന്തുഷ്ടരായി മാറും. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സന്തോഷം എന്ന സാധനം നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് ഈ ഡോപ്പമിൻ കൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രൊഫഷൻ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് ഈ സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ഓൾട്ടർനേറ്റ് മെത്തേഡ് എന്താണ്? മയക്കുമരുന്നുകളാണ്. ലോകത്ത് ഒരുപാട് തരത്തിലുള്ള മയക്കുമരുന്നുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള. അപ്പം നിങ്ങളൊക്കെ ചോദിക്കും, എന്തുകൊണ്ട് ഇത് എടുത്ത് കളഞ്ഞുകൂടാൻ ചോദിക്കും. എടുത്ത് കളഞ്ഞുകൂടാ, ഇതൊന്നും എടുത്ത് കളഞ്ഞാൽ പോരെ, നിർത്തിയാൽ പോരെ എന്ന് ചോദിക്കും. 2018 കോവിഡ് വന്നത് അല്ലേ? കോവിഡ് വന്ന സമയത്താണ് ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്നു. കാര്യം എന്താണ്? എല്ലാ വീട്ടിലും, മിക്ക വീട്ടിലും കുക്കർ വെച്ച് വാറ്റിയ. കാര്യം എന്താ? മനുഷ്യന് ലഹരി എടുത്ത് കളയാൻ പറ്റില്ല, മറിച്ച് അവൻ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് കൺവേർട്ട് ചെയ്ത് പോവുകയാണ്. മതി എന്ന് പറയാനായിട്ട് പലപ്പോഴും മനുഷ്യന് പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ബോധവൽക്കരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ പോകരുത്. ലഹരിയോട് നോ പറയണം, നല്ലതിനോട് യെസ് പറയണം, ലൈഫിനോട് യെസ് പറയണം. എന്താണ് നിങ്ങൾ പറയേണ്ടത്? ലൈഫിനോടാണ് നിങ്ങൾ യെസ് പറയേണ്ടത്, ലഹരിയോട് നോ പറയണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, അതായത് ഒരുപാട് സംഘടനകളാണ്, മുഴുവൻ സംഘടനകൾ. അപ്പം എക്സൈസ് ഇപ്പം ജൂലൈ 1 മുതൽ നടത്തുന്ന പ്രോഗ്രാമിന്റെ പേരാണ് മയങ്ങില്ല കേരളം. എന്താണ്? മയങ്ങില്ല കേരളം എന്നാണ് എക്സൈസിന്റെ പ്രോഗ്രാമിന്റെ പേര്. ഇതിൽ 4 ഫില്ലേഴ്സ് ആണുള്ളത്. ഒന്ന്, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം എന്താണ്? ലഹരിയായിട്ട് ബന്ധപ്പെട്ട് കുറ്റകൃത്യം ചെയ്യുന്നവരെ അമർ ചെയ്യുക, കേസെടുക്കുക എന്നുള്ളത്. ആ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ തണ്ടർ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഓപ്പറേഷൻ തണ്ടർ. 2, നിങ്ങളെ ബോധവൽക്കരിക്കുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ അതിനു വേണ്ടിയാണ്. അതാണ് വിമുക്തി പ്രവർത്തനങ്ങൾ. വിമുക്തി എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ അതാണ്. 3-മത്തത് ഡി അഡിക്ഷൻ സെന്ററുകൾ. NDP സെക്ഷൻ 71 പ്രകാരം ഡി അഡിക്ഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 14 ജില്ലകളിൽ ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഇവിടുത്തെ മാവേലിക്കരയാണ്. ഈ മാവേലിക്കര താലൂക്ക് ഹോസ്പിറ്റലാണ് എക്സൈസിന്റെ ഡി അഡിക്ഷൻ സെന്റർ ഉള്ളത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളെ, കുട്ടികളെ, അവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുക്കാം, ഡി അഡിക്ഷൻ കൊടുക്കണം. അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരണം. ഇനി 4-മതൊരു പില്ലറും കൂടി വരാൻ പോയാണ് റീഹാബിലിറ്റേഷൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വ്യക്തികളെ തൊഴിൽ പഠിപ്പിച്ചും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി അതിനനുസരിച്ചല്ല മുൻപോട്ട് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാലം മുൻപോട്ട് സന്തോഷത്തോടെ പോകാനായിട്ട് കഴിയില്ല. നമ്മുടെ സന്തോഷം എന്താണ്? നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന കുറേ എൻസൈമുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അത് താഴേക്ക് നോർമലാകും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് സന്തോഷം നഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ ആരും അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ലേ എന്ന് ചോദിക്കും, ഇല്ലേ? അങ്ങനെ ആരും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾ ഇന്ത്യയിൽ നിലവിലുള്ള മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ
ഇനി ഒരുപാട് വർഷം, ഒരുപാട് കാലം ഈ ഇന്ത്യയിൽ ജീവിക്കേണ്ടതാണ്. അപ്പം ഈ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മയക്കുമരുന്നിനെ കൺട്രോൾ ചെയ്തതിനു വേണ്ടി OPMS ആക്ട്, ആണോക്കല് ഡേഞ്ചറസ് ആക്ട് തുടങ്ങിയ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ലോകം തിരിച്ചറിഞ്ഞു എന്താണ്, മയക്കുമരുന്നിന്റെ വ്യവസായം വളരെ വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഐക്യരാഷ്ട്ര സംഘടന ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷനുകൾ നടത്തി, ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ നൽകി, ഇന്ന രീതിയിൽ നിങ്ങളെ നിയമം നിർമ്മിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 1985 ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം പുറത്തിറക്കി. അതിന്റെ പേരാണ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് ആക്ട് 1985. എന്താണ് ആ നിയമത്തിന്റെ പേര്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക്സ് ആക്ട് 1985 എന്നാണ്. ഇന്ന് ഈ നിയമമാണ് ഇന്ത്യയിൽ മയക്കുമരുന്നിനെതിരെ പ്രയോഗിക്കുന്നത്. അതിന്റെ ചില നിയമങ്ങൾ കൂടി നിങ്ങൾ തിരിച്ചറിയണം. ഈ മയക്കുമരുന്നുകളെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. NDPS സെക്ഷൻ 15 സ്മാൾ എ, സ്മാൾ ബി, സ്മാൾ സി പ്രകാരം മയക്കുമരുന്നുകളെ സ്മാള്, മീഡിയം, കൊമേഴ്സ്. സ്മാൾ എന്ന് പറയുമ്പോൾ നമുക്ക് ജാമ്യം കിട്ടുന്ന കേസാണ്. മീഡിയം എന്ന് പറയുമ്പോൾ 10 വർഷം തടവ്, 1 ലക്ഷം രൂപ പിഴ. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 20 വർഷം തടവ്, അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴ. എത്ര വർഷമാണ്? 20 വർഷം തടവ്, അതുപോലെ 20 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാം, അതുപോലെ 2 ലക്ഷം രൂപ വരെ ഫൈൻ അടിക്കാം. അപ്പം ചോദിക്കും, പല മയക്കുമരുന്നുകൾ രണ്ടായിരത്തിരിക്കുക, നർക്കിക്ക് ആൻഡ് സൈക്കിക്ക്, നർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്. അതായത് നെർവിനെ ബാധിക്കുന്നത്, മനസ്സിനെ ബാധിക്കുന്നത്. ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഒക്കെ പറയുമ്പോഴത്തേക്ക് വളരെ ചെറിയ അളവ് പോലും കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് പോകും. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളായിരിക്കും, അത്രയും ക്വാണ്ടിറ്റിയെ കാണത്തുള്ളൂ. പക്ഷേ എന്താണ്, 20 വർഷം പണിഷ്മെന്റ് കിട്ടുന്ന കേസുകളായി അത് മാറും. ഇപ്പം അസിസ്റ്റന്റ് ജഡ്ജസ് കമ്മീഷണർ എന്ന് പറയുന്ന തസ്തികയിൽ ഇപ്പം എൻഫോഴ്സ്മെന്റ് സൂപ്പർവിഷനോടൊപ്പം ഈ കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഈ എന്താണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസുകൾ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വയനാടിലെ അസിസ്റ്റന്റ് ജഡ്ജസ് കമ്മീഷണറായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു 13 കേസാണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസിൽ എനിക്ക് അന്വേഷിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ നോക്കി, ആ ഓരോ കേസിലും 2-3 പ്രതികളൊക്കെ ഉണ്ട്. 17 പ്രതികളാണ് റിമാൻഡിൽ കിടക്കുന്നത്. അപ്പം ഞാൻ ഓരോ ഫയലെടുത്ത് ഇവരെ പോയി മൊഴി എടുക്കണം, അല്ലെങ്കിൽ കസ്റ്റഡി വാങ്ങണം. അപ്പം മൊഴി എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ചിലപ്പം 19, 20, 21 വയസ്സുള്ള ആൺകുട്ടികൾ, പെൺകുട്ടികളൊക്കെയാണ് അതിൻ്റെ അകത്ത് പ്രതികൾ. എന്താണ്, തൊട്ടടുത്ത ബാംഗ്ലൂരാണ്. കേരളത്തിൽ മയക്കുമരുന്നുകളൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ബാംഗ്ലൂർ, ആണക്കല്ല, ഗോവ, ഡൽഹി, അതുപോലെ തന്നെ കൽക്കട്ട തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ വയനാട് തൊട്ടടുത്താണ് ഈ ബാംഗ്ലൂർ. പല സമയങ്ങളിലും ഫ്രണ്ട്സ് ഒക്കെ കൂടി ആഘോഷിച്ചിട്ട് തിരിച്ചു വരും. ചെക്ക് പോസ്റ്റ് വന്ന് പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ ഏതെങ്കിലും നർക്കോട്ടിക് ഏജൻസിയുടെ കയ്യിൽ പെടും, അവരുടെ പരിശോധനയിൽ പെടും. അവർ 24 hours പരിശോധനയാണ് നടക്കുന്നത്. അപ്പം 3 ചെക്ക് പോസ്റ്റാണ് അവിടെ ഉള്ളത്. 3 ചെക്ക് പോസ്റ്റ്, തോൽപ്പെട്ടി, ബാവേലി, ആണോക്കല്, മുത്തങ്ങ, 3 ചെക്ക് പോസ്റ്റാണ് വയനാടുള്ളത്. അപ്പം 3 ചെക്ക് പോസ്റ്റിലൂടെ വരും, സ്ഥിരമായിട്ട് പിടിക്കുകയാണ്. അപ്പം ഈ നോക്കപ്പെടുത്തേക്ക് 17 പ്രതികൾ ഉണ്ട്. അപ്പോൾ അവർ ചെല്ലുമ്പം അവർ എന്നോട് പറയും, എൻ്റെ സാർ ഒരു ഉപകാരം ചെയ്യും, ഒരു ഉപകാരം, വേറെ ഒന്നും ചെയ്യണ്ട സാറ്, നിയമത്തിന് എതിരായിട്ട് ഒരു കാര്യവും ചെയ്യണ്ട, പക്ഷെ ഒരു കാര്യം സാറൊന്ന് ചെയ്യാൻ പറ്റുമോ? കാര്യം ഈ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസിനെ സംബന്ധിച്ച് ഒരു കാര്യമുണ്ട്. കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസിൽ അന്വേഷിക്കുമ്പം, ഒരു കേസെടുത്ത് അത് അന്വേഷിക്കുമ്പം അതിന് 180 ദിവസത്തിനുള്ളിൽ എക്സൈസ് അതിൻ്റെ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്താൽ, പോലീസ് ആണെങ്കിൽ അതിനെ ചാർജ് ഷീറ്റ് എന്ന് പറയും, കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രതിക്ക് ജാമ്യം കിട്ടില്ല. അപ്പോൾ എന്താണ് പറയുന്നത്, സാർ വേറെ ഒന്നും ചെയ്യണ്ട സാർ, ആ 181ാമത്തെ ദിവസം ഒന്ന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റുമോ, ആ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമോ? കാര്യം അങ്ങനെയാണെങ്കിൽ വക്കീൽ പറഞ്ഞു കൊടുത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും വരുന്ന ഉദ്യോഗസ്ഥന് മുമ്പിൽ കരഞ്ഞ് കാല് പിടിച്ച് ആ ഒരു ദിവസം, ആ ചാർജ് ഷീറ്റ് കൊടുക്കുന്നത് ഒരു ദിവസം നീട്ടിവെച്ചാൽ നിനക്ക് ജാമ്യം എടുത്തു തരാം. പക്ഷേ എല്ലാ കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസുകളും 170ാമത്തെ ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിച്ച് പാർട്ട് ചാർജ് ഷീറ്റ് ആണെങ്കിലും കൊടുത്തിരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ NDPS കേസ് എടുക്കുന്ന പോലീസ്, എക്സൈസ്, ഏതെങ്കിലും സെൻട്രൽ ഏജൻസികൾ, അവരുടെ എത്ര കേസ് എടുത്തു, എത്ര കേസ് ശിക്ഷിച്ചു, അത് എല്ലാ സർക്കാരുകളും, കേരള സർക്കാർ, തമിഴ്നാട് സർക്കാർ, കർണാടക സർക്കാർ, എല്ലാ സർക്കാരുകളും അതിൻ്റെ റിപ്പോർട്ട് എല്ലാ വർഷവും സെൻട്രൽ ഗവൺമെന്റിലേക്ക് കൊടുക്കണം. അങ്ങനെ നോക്കുമ്പം കഴിഞ്ഞ 5 വർഷത്തിൽ എടുത്ത കേസുകളുടെ
കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 100 കേസ് എടുത്താൽ എത്ര കേസ് ശിക്ഷിച്ചു, 100 കേസിൽ എത്ര കേസ് ശിക്ഷിച്ചു, അതാണ് കൺവിക്ഷൻ റേറ്റ്. ഇപ്പോൾ എക്സൈസിന്റെ കേസ് എടുത്താൽ, കേരള എക്സൈസിന്റെ കേസ് എടുത്താൽ അതിന്റെ കൺവിക്ഷൻ റേറ്റ് വരുന്നത് 95, 94, 96, 97. ശരാശരി 100 കേസ് എടുത്താൽ 95 കേസിൽ കൺവിക്ഷൻ വരികയാണ്. അതായത് 100 കേസ് എടുത്താൽ 5 കേസുകൾ മാത്രമേ വിട്ടുപോകുന്നുള്ളൂ. ജാമ്യം കിട്ടത്തില്ല, വിട്ടുപോവുകയും ചെയ്യുന്നില്ല കേസുകൾ. ഇപ്പം എവിടെ കിടക്കും? ഞാൻ അറസ്റ്റ് ചെയ്ത കേസുകളിൽ ഉൾപ്പെടെ ആൾക്കാർ ഇപ്പോഴും മാനന്തവാടി ജയിലിലോ കൽപ്പറ്റ ജയിലിലോ അല്ലെങ്കിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലോ കിടക്കുകയാണ്. അവരൊന്നും പുറത്തു വന്നിട്ടില്ല. ഒരാൾക്കും പുറത്തു വരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഈ കേസ് അന്വേഷിക്കപ്പെടുത്തേക്ക് നിങ്ങൾ ചോദിക്കും, എന്താണ് അവിടെ പിടിക്കുന്നവർ മാത്രമല്ലേ, അവർക്കെതിരെ മാത്രമല്ലേ അന്വേഷണം വരുത്തുള്ളൂ എന്ന് ചിന്തിക്കും, ഇല്ലേ? പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് നോക്കി ആ കേസെടുത്തിട്ട് ഈ കേസ് ഇങ്ങനെ പരിശോധിച്ചു. ഇവൻ ആർക്ക് നമുക്ക് നോക്കും, അതിനകത്ത് ഒരു നമ്പർ മാത്രം കിട്ടിയാൽ മതി. ഒരു നമ്പറുണ്ട്. ഹെഡ് ബാങ്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. ഓരോ ജില്ലയിലും ഓരോ ഹെഡ് ബാങ്ക് ഉണ്ട്. ഹെഡ് ബാങ്കിൽ കൊണ്ടുകൊടുത്തു. ആ ഓരോ ബാങ്കിനും ഓരോ ഹെഡ് ബാങ്ക് ഉണ്ട്. ഈ ഹെഡ് ബാങ്കിൽ കൊണ്ടുകൊടുത്തു, ആ നമ്പർ കൊടുത്താൽ മതി. ഈ നമ്പർ ഏതൊക്കെ അക്കൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, 2 വർഷത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞാൽ അവർ അന്നേരം തന്നെ നമ്പർ അടിച്ചു നോക്കി ഉടനെ അറ്റാച്ച് ചെയ്ത ആളുടെ അഡ്രസ്സ്, സാധനങ്ങൾ കിട്ടിയിരിക്കും. അപ്പം നോക്കും ഈ ഫണ്ട് ഈ പ്രതിക്ക് എവിടെ നിന്നൊക്കെ വന്നു, എങ്ങോട്ടൊക്കെ അയച്ചു എന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പം കുറേ ട്രാൻസാക്ഷൻ നമ്മൾ കാണും, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യും. NDP സെക്ഷൻ 27 ക്യാപിറ്റൽ എ പ്രകാരം എന്താണ്, ഒരു പ്രതി കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തികം ഉപയോഗിച്ചാൽ, പണം ഉപയോഗിച്ചാൽ 20 വർഷം തടവ്, 20 വർഷം തടവ്, 2 ലക്ഷം രൂപ ഫൈൻ. അതുപോലെ നിങ്ങൾ തോന്നും സഹായിക്കാൻ പാടില്ല, എൻ്റെ സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പം സഹായിക്കാൻ പാടില്ല. മാത്രമല്ല നിങ്ങൾ ഈ കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിച്ചു, നടന്നില്ല, അത് പോയാണ്. NDP സെക്ഷൻ 28 പ്രകാരം നിങ്ങൾ ഏത് കുറ്റകൃത്യം ചെയ്യാൻ പോയോ ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ കിട്ടും. നിങ്ങളൊരു കാറിൽ പോകുന്ന സമയത്ത് 4-5 പേരുണ്ട്. ആ സാധനം, അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം കിട്ടിയാൽ 27 പ്രകാരം ഗൂഢാലോചന 20 വർഷം തടവ്, 2 ലക്ഷം രൂപ ഫൈൻ. നിങ്ങളത് തെളിയിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇനി മൊബൈൽ ഫോണിൽ കൂടി പലപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട് പ്രിപ്പറേഷൻ നടത്താനായിട്ട്. NDP സെക്ഷൻ 30 പ്രകാരം നിങ്ങളൊരു പ്രിപ്പറേഷൻ നടത്തിയാൽ, നിങ്ങൾ ഏത് പ്രിപ്പറേഷനാണോ നടത്തുന്നത്, ഏത് മയക്കുമരുന്നിനുള്ള പ്രിപ്പറേഷൻ നടത്തുന്നത്, ആ മയക്കുമരുന്നിൻ്റെ പകുതി ശിക്ഷ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നോക്കിക്കോണം, പലപ്പോഴും പല ആൾക്കാരും വലിച്ചെറിയാറുണ്ട്, ഇല്ലേ? പല സാധനങ്ങളും അതങ്ങനെ കിടന്ന് വളർന്ന് ഏതെങ്കിലും തൈയായി വളർന്നാൽ അത് NDP സെക്ഷൻ 46 പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യണം? പോലീസിനോ എക്സൈസിനോ സെൻട്രൽ ഏജൻസി അറിയിക്കണം. അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ NDP സെക്ഷൻ 20 പ്രകാരം നിങ്ങൾക്ക് 10 വർഷം തടവ്, 1 ലക്ഷം രൂപ പിഴ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി കേസസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതി ചേർക്കപ്പെട്ടാൽ കേസ് പിടിച്ച അന്ന് തൊട്ട് പുറകിലേക്ക് 6 വർഷം NDP സെക്ഷൻ 68F പ്രകാരം നിങ്ങളുടെ എന്ത് സംഭവിച്ചു, എത്ര കോടി രൂപ ബാങ്ക് അക്കൗണ്ടിലുണ്ടോ അത് മുഴുവനും ഫ്രീസ് ചെയ്യാം. എത്ര ഷെയർ ഉണ്ട് അത് ഫ്രീസ് ചെയ്യാം. എത്ര സ്ഥലം വാങ്ങിച്ചോ അതെല്ലാം ഫ്രീസ് ചെയ്യാം. അതായത് മുഴുവൻ സ്വത്തും ഫ്രീസ് ചെയ്യപ്പെടും. അപ്പം അതിലൊന്നും നിങ്ങൾ ഇടവരരുത്. നിങ്ങളുടെ ഇങ്ങനെ അണിയിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അംഗീകാരം നൽകുന്നതിന് വേണ്ടിയും നിങ്ങളുടെ അംബിഷൻ എന്താണോ അതിനനുസരിച്ച് വളരാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir. Thank you so much.